എന്തായാലും ഞാൻ പറഞ്ഞു ഞാനൊരു ഹൗസ് വൈഫ് ആയിരുന്നു. എനിക്ക് ഈ ഒരു എൻ്റെ വീട് വിട്ടാല് ഹസ്ബൻഡിന്റെ വീട് ഞാൻ ഒളവണ്ണ സ്വദേശിയാണ്. ഈ ഒളവണ്ണ മാത്രം അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാന് ഒരു 5 വർഷം മുന്നേ. ഈ മഹത്തായ അവസരം എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് പ്രദാനം ചെയ്തത്. പ്രദാനം ചെയ്തതെന്നൊക്കെ ഇപ്പൊ ഞാൻ പറയുന്നെങ്കിൽ ഞാൻ ആദ്യം പറയും എന്നെ തള്ളിയിട്ടതാണെന്നാ. ആദ്യം ഒരാള് തള്ളിയിട്ടിട്ടാണല്ലോ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരിക. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തിയാണ്. ആളെ ഹസ്ബൻഡിന് വെരിക്കോസ് വെയിൻ ഉണ്ടായ കാരണം ഇതിലെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ വെരിക്കോസ് വെയിൻ മാറും എന്നുള്ളത് അറിയാം. അവർക്ക് ബിസിനസ് ചെയ്യാനൊന്നും താല്പര്യമില്ല. പക്ഷെ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് 2 ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കണം എന്നാണ് അവരുടെ ലീഡർ പറഞ്ഞിട്ടുള്ളത്. വേറൊന്നും ചെയ്യണ്ട, ബിസിനസ് ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് വാങ്ങി 2 ആളെ പരിചയപ്പെടുത്തണം എന്നാണ് അത്ര അവരുടെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഇതിന്റെ അപ്ലൈൻ ലീഡർ ഞാനായിട്ട് നല്ല പരിചയമുള്ള ആളാണ്. ആൾക്കെന്നെ നന്നായിട്ട് അറിയാം. കാരണം ഞാന് ജോലിക്കൊന്നും പോകുന്നില്ല. പക്ഷെ കുടുംബശ്രീ റെസിഡൻസ് അസോസിയേഷൻ ഇങ്ങനെയുള്ള നമ്മളെ ഏരിയയിൽ ഇങ്ങനെ പല സംഘടനകളിലും ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ആളുകളൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഈ ഏരിയയിൽ മാത്രമേ ഉള്ളൂ, വിട്ടിട്ടൊന്നും ഇല്ല എന്ന് മാത്രം. എന്നാലും നമ്മൾ ഈ ഏരിയയിൽ അത്യാവശ്യം ബന്ധങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം എന്നെ കിട്ടിയാൽ അവർക്ക് എന്തോ രക്ഷപ്പെടാന്ന് തോന്നിയോണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞു. എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ഷീജേച്ചിയാണ്. ആളെന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, "മിനിഷ, നീ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി വെക്കൂ. എന്നിട്ട് വാങ്ങി വെച്ചിട്ട് അടുത്ത ആഴ്ച ചെലവാകുന്നില്ല എന്നാണ് തിരിച്ചു കൊടുത്താൽ മതി. കാരണം ഇതിന്റെ ലീഡർ പറഞ്ഞിട്ടുണ്ട് നിന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ബിസിനസ് ഒന്നും ചെയ്യണ്ട. നീ എനിക്ക് ഒരു ഹെൽപ്പ്, കാരണം അവരോട് പരിചയപ്പെടുത്തി തരൂല എന്ന് പറയാൻ പറ്റിയ വ്യക്തിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുന്നു എനിക്കറിയാം. അതുകൊണ്ട് നീ ഒരാഴ്ച ഈ പ്രൊഡക്റ്റ് ഇവിടെ വെച്ചിട്ട് അടുത്ത ആഴ്ച തിരിച്ചു കൊടുത്താൽ മതി" എന്ന് പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. അല്ലാതെ ഈ ജോയിൻ ചെയ്ത് ബിസിനസ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ട് വന്നതല്ല. അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് അവര് വന്നു. അവര് ഒരു 12 മണി 1 മണി സമയത്ത് വന്ന് വൈകുന്നേരം 6 മണി വരെ ഇതിന്റെ കുറേ സാധ്യതകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ ശരിക്കും ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യാനുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിട്ടു. അതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിച്ചത് പോലുമില്ല സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെ ഉൽപ്പന്നങ്ങൾ വീട്ടിൽ വെച്ചു. അവര് പോയി. പിന്നെ ഷീജേച്ചിയോടുള്ള വിശ്വാസം കൊണ്ട് തിരിച്ചു കിട്ടും അറിയാ. ആ ഉൽപ്പന്നങ്ങള് ഒരു 3 മാസം എല്ലാരും പറയുന്ന പോലെ ഞാൻ ഒരു പെട്ടിയിലാക്കി കട്ടിലിന്റെ ചോട്ടിൽ കൊണ്ടുവച്ചു. അങ്ങനെ വെച്ചോണ്ടിരുന്ന സമയത്താണ് ഹസ്ബൻഡ് ഓട്ടോ ഡ്രൈവറാണ്. ആള് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഒരു സ്റ്റാൻഡിൽ ഒരേട്ടൻ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വരലുണ്ട്, നല്ല സാധനങ്ങളാണെന്നൊക്കെ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. യാദൃശ്ചികമായിട്ടാണ് നമുക്കൊക്കെ ദൈവം എന്തെങ്കിലും ഒരു രൂപത്തിൽ നമ്മളെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞ പോലെ. കാരണം വളരെ കഷ്ടപ്പെട്ട ഒരു സമയമാണ്. ഹസ്ബൻഡ് മാത്രം ഓടിയിട്ട് ജീവിക്കുന്ന കാലത്ത് നമുക്കറിയാലോ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഒരാള് ഇപ്പൊ 3ഉം 4ഉം ആളുകൾ ഒരു ദിവസം ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കിയിട്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരു വ്യക്തി മാത്രം ജോലി ചെയ്തിട്ട് നമ്മളെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. വീടുണ്ടാക്കിയ കടബാധ്യതകളൊക്കെ ഓൾറെഡി നിലവിലുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടാണ്. ജോലിക്ക് പോയോ അല്ലെങ്കിൽ വേറൊരു വരുമാനം കണ്ടെത്തിയോ ശീലമില്ലാത്തത് കൊണ്ട് എന്താ പറയാ, അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനൊന്നും പറ്റില്ല. കാരണം ഒരുപാട് വർഷം നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരുന്നു പോയില്ലേ. അങ്ങനെ സത്യം പറഞ്ഞാൽ നല്ലൊരു സാമ്പത്തികമായിട്ട് അനുഭവിക്കുന്ന ഒരു സമയത്ത് ദൈവം നമ്മളെ മുന്നിലേക്ക് ഈ ഒരു രൂപത്തിലായിരിക്കാം വന്നത്. ഒരു വയറുവേദനയുടെ രൂപത്തിലാണ് ദൈവം എൻ്റെ അടുത്ത് എത്തിയത്. എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ എനിക്ക് ഒരു ദിവസം ഇതേപോലെ ഒരു വയറുവേദന വന്നു. അപ്പൻഡിക്സിന്റെ ചെറിയ പ്രശ്നമുള്ള ആളാണ്. ആ വയറുവേദന വന്ന സമയത്താണ് ഹസ്ബൻഡ് പറഞ്ഞത്, വേറെ ഒന്നല്ല, രാത്രി 12 മണിക്കാണ് വയറുവേദന വന്നത്. അത് രാവിലെ ആയാലേ ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. കാരണം കുട്ടികളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഞാനും ഹസ്ബൻഡും മക്കളും മാത്രമേ വീട്ടിലുള്ളൂ. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഹസ്ബൻഡിന്റെ അമ്മേനെയും കൊണ്ടുവരണം, എന്റെ അമ്മേനെയും കൊണ്ടുവരണം. കാരണം ഞാൻ ഒറ്റയ്ക്ക് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അത്രയും പ്രശ്നമുള്ള ഒരു വേദനയാണ്. അപ്പൻഡിക്സിന്റെ വേദനയൊക്കെ ഉള്ളവർക്ക് അറിയാം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള വേദനയാണ്. അങ്ങനെ ആള് തൽക്കാലം എൻ്റെ അടുത്ത് പറഞ്ഞു, ഷീജേച്ചി കൊണ്ടുവച്ച പിന്നെ ആയുഷിന്റെ മരുന്നില്ലേ അതൊന്ന് കുടിച്ചു നോക്ക്, ആയുർവേദല്ലേ പേടിക്കാനില്ല, അതൊന്ന് കുടിച്ചു നോക്കിയാലോ എന്ന് ചോദിച്ചു. ആളെന്നെ എനിക്കൊരു ബോട്ടിൽ ബ്ലഡ് പ്യൂരിഫയർ ആണ് കൊണ്ടു തന്നത്. നമുക്കറിയാം വയറുവേദനയ്ക്കൊക്കെ നമ്മൾ സാധാരണ ലിവാഗൈനാണ് സജസ്റ്റ് ചെയ്യുക. എനിക്ക് അദ്ദേഹം എടുത്തുകൊണ്ട് തന്നത് ബ്ലഡ് പ്യൂരിഫയർ ആണ്. കാരണം ആ ഒരു പ്രൊഡക്റ്റ് മാത്രമേ മരുന്ന് ഐറ്റംസിൽ ആ ബോക്സിലുള്ളൂ. ബാക്കിയൊക്കെ സോപ്പ് പേസ്റ്റ് കാര്യങ്ങളാണ്. എന്തോ ഭാഗ്യത്തിന് ഒരു 2 സ്പൂണൊക്കെ ഞാൻ അന്ന് കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ അത്ഭുതകരമായിട്ട് 1 മണിക്കൂർ കൊണ്ട് എന്റെ വയറുവേദന മാറി. എന്താന്നറിയില്ല, അതൊരു സന്തോഷായി. കാരണം വെച്ചാല് അതുവരെ വയറുവേദന വരുമ്പോഴൊക്കെ ഡോക്ടറെ അടുത്ത് പോയി ഇഞ്ചക്ഷൻ ചെയ്തിട്ട് നിർത്തുന്ന ഒരു കാര്യം ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടല്ലേ, മരുന്ന്
ആണല്ലോ നമ്മളെപ്പോഴും ഉച്ചരിക്കുക. ഇത് മരുന്നല്ല, മരുന്ന് എന്നാണ് നമുക്ക് ഉച്ചാരണത്തിൽ എപ്പോഴും വരിക. ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് എനിക്കത് നല്ല റിസൾട്ട് കിട്ടി. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി. കാരണം അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ എന്റെ തൊട്ട് അയൽവാസികളോട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ഇന്നലെ വയറുവേദന വന്നു. ആയുഷിന്റെ അന്ന് എലമെന്റ്സ് എന്നോ MI ലൈഫ് സ്റ്റൈലിന്നോ ഒന്നും എനിക്കറിയില്ല. ആകെ അറിയാം ആയുഷിന്റെ പ്രൊഡക്റ്റ് ആണെന്ന് മാത്രമാണ് അറിയാം. ആയുഷ് എന്ന് പറഞ്ഞാൽ ആയുഷിന്റെ പ്രൊഡക്റ്റ് എന്നാണ് എന്റെ അടുത്ത് അവര് പരിചയപ്പെടുത്തിയപ്പോഴേ പറഞ്ഞത്. ആദ്യം തന്നെ കേൾക്കുന്ന വാക്കാണല്ലോ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. ആയുഷിന്റെ മരുന്ന് കഴിച്ചപ്പോ എനിക്ക് വയറുവേദന മാറിയെന്ന് പറഞ്ഞതുകൊണ്ട് അത് ഗ്യാസിനൊക്കെ ഉള്ളതാന്ന് തെറ്റിദ്ധരിച്ചു. അയൽവാസികളോടൊക്കെ പറഞ്ഞു ആയുഷിന്റെ ഗ്യാസിന്റെ മരുന്നാണെന്നാ പറഞ്ഞത്. എന്തോ അവർക്കൊക്കെ ഗ്യാസിന്റെ മരുന്ന് കേട്ടതുകൊണ്ടായിരിക്കാം അവരൊക്കെ വാങ്ങിച്ചു. ഒരു 6 ബോട്ടിൽ ഉണ്ടായിരുന്നു. 6 ബോട്ടിലും ആ ഒരു ഉച്ചയാകുമ്പോഴേക്ക് ഒരു 3 മാസം നമ്മൾ കട്ടിലിന്റെ അടിയിൽ വെച്ച സാധനം ഒരു ഉച്ചയാകുമ്പോഴേക്ക് സെയിലായി. സെയിലായി കഴിഞ്ഞപ്പോ എനിക്ക് ആകെ ടെൻഷൻ. എല്ലാവർക്കും സെയിലാവുമ്പോ സന്തോഷാണെങ്കിൽ എനിക്ക് ടെൻഷനാണ്. കാരണം ഇവര് 5000 രൂപയുടെ ഒരു സെറ്റാണ് എനിക്ക് കൊണ്ടു തന്നത്. ഈ 5000 രൂപയുടെ സെറ്റ് കൊണ്ട് തന്ന സമയത്ത് ഏഹ് ഈ പ്രൊഡക്റ്റ് നമ്മളെടുത്തു. ഈ 5, 6 ബോട്ടിൽ നമ്മൾ സെയിലാക്കി. ബാക്കി പ്രൊഡക്റ്റ് നല്ല വില കൂടിയ പേസ്റ്റും സോപ്പുകളാണ് എന്നെ സംബന്ധിച്ച് അന്ന്. ഇന്നല്ല. അന്ന് നമ്മളിവിടെയൊക്കെ സാധാ ഒരു ഏരിയയാണ്. വളരെ വില കുറഞ്ഞ പ്രൊഡക്റ്റുകൾ തിരഞ്ഞു നടക്കുന്ന ആളുകളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അതല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഈ വില കൂടിയ സോപ്പും പേസ്റ്റും ഒന്നും ആരും വാങ്ങിക്കില്ലല്ലോ സാറേ. ഇനി എന്താ ചെയ്യാന്ന്. അപ്പൊ ഷീജേച്ചിനെ വിളിച്ചപ്പോ ഷീജേച്ചി പറഞ്ഞു അതൊക്കെ ഞാൻ എന്നോ നിർത്തിയടാ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ ഈ ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അതൊക്കെ എന്നോ നിർത്തി. പിന്നെ നീ സാറെ വിളിച്ചു നോക്കൂ. സാറ് വന്നിട്ട് അത് ക്ലിയർ ചെയ്തിരുന്നു. അങ്ങനെ സാറെ വിളിച്ചു. സാറ് വന്നു. സാർ അതിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തപ്പോഴും ഞാൻ സാറോട് പറഞ്ഞു സാറേ എനിക്കൊന്നും പറ്റില്ല. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും ഇങ്ങനെ ഒരു ബിസിനസ് പറ്റില്ല. പിന്നെ ഒരു എന്താ പറയാ നമ്മൾ അടുത്ത വീട്ടിൽ പോലും പോയി എന്തെങ്കിലും ഒരു സാധനം കടം വാങ്ങുന്നത് പോലും ഇഷ്ടമില്ലാത്ത ഹസ്ബൻഡാണ്. അപ്പൊ പിന്നെ നമ്മൾ ഇതിന്റെ ക്യാഷും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ അത് വീട്ടിൽ പ്രശ്നമാവും. ആൾക്ക് ഒട്ടും താല്പര്യമില്ല ഞാൻ ജോലിക്ക് പോകുന്നതിന് താല്പര്യമില്ല. അപ്പൊ പ്രത്യേകിച്ചും ബിസിനസ് അതൊന്നും ആളെന്നെ എന്തായാലും സമ്മതിക്കില്ല. സാർ ഒരു കാര്യം ചെയ്തോ, സാർ ഇത് തിരിച്ചെടുത്തിട്ട് എന്നെ ഒന്ന് ഒഴിവാക്കി തന്നാ മതി എന്നാണ് അപ്പോഴും ഞാൻ പറഞ്ഞത്. അങ്ങനെ സാറ് കണക്കുകളൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ആളെനിക്ക് ഒരു 600 രൂപ തന്നു. അപ്പോഴാണ് ശരിക്കും എന്നെ ഒന്ന് ഞെട്ടിച്ചത്. ഞാൻ ചോദിച്ചു ഇതെന്താ സാറേന്ന്. അപ്പൊ സാർ എന്നോട് പറഞ്ഞു ഒരു ബോട്ടിൽ ബ്ലഡ് പ്യൂരിഫയർ സെയിൽ ചെയ്താൽ 100 രൂപ ഉണ്ട്. നിങ്ങളെ 6 എണ്ണാണല്ലോ ചെലവായത്. അപ്പൊ 6 എണ്ണത്തിന് 600 രൂപ നിങ്ങൾക്ക് ഉണ്ടാവുന്നു. സത്യം പറഞ്ഞാൽ ബൾബ് കത്താന്നൊക്കെ പറയല്ലോ. ബൾബ് കത്തിയത് അല്ല ലഡു പൊട്ടാന്നൊക്കെ പറഞ്ഞത് അപ്പളാണ് എനിക്കൊരു ബൾബ് കത്തിയത്. ഞാൻ ഇത്രയും കാലം അന്വേഷിച്ചത് വീട്ടിലിരുന്നോണ്ട് ചെയ്യാൻ പറ്റണ എന്തെങ്കിലും ഒരു ഏഹ് കാര്യാണ്. ഒരു ദിവസം ഒരു 100 രൂപ കിട്ടിയാല് നമ്മളെ കുടുംബശ്രീക്ക് കൊടുക്കാനോ, നമ്മളെ ചെറിയ ആവശ്യങ്ങൾക്കോ നമുക്ക് എന്ത് ചെയ്യാം സ്വന്തമായിട്ടൊരു പണം ഉണ്ടാക്കാം. അതിന് പോലും ഹസ്ബൻഡിന്റെ കൈ നീട്ടേണ്ട അവസ്ഥയിലാണല്ലോ ഞാനൊക്കെ പോകുന്നത്. അതുകൊണ്ട് 100 രൂപയാ. അപ്പൊ സന്തോഷായി. അപ്പൊ സാറോട് ഞാൻ പറഞ്ഞു, "സാറ് ഒരു കാര്യം ചെയ്യൂ. ഈ 5000 രൂപേന്റെ പ്രൊഡക്റ്റ് 3 മാസത്തോളായില്ലേ എന്റെ കയ്യില്. സാറ് സോപ്പും പേസ്റ്റും ഒക്കെ തിരിച്ചു കൊണ്ടുപോയിക്കോ. ഇതൊക്കെ നമ്മളിവിടെ കുന്നില് പീടികയില് കിട്ടുന്ന സാധനങ്ങളാണ്. നമുക്കിവിടെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടുന്ന സാധനാണ്. സോപ്പും പേസ്റ്റും ഒന്നും വേണ്ട. അതൊക്കെ സാറ് തിരിച്ചു കൊണ്ടുപോയിക്കോ. ഈ ബ്ലഡ് പ്യൂരിഫയർ സാറ് കൊണ്ട് തന്നോളൂ. കാരണം ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറഞ്ഞാൽ പീടികയില് കിട്ടില്ലാലോ. അപ്പൊ അത് എന്റെ കയ്യില് മാത്രല്ലേ ഉള്ളൂ." അപ്പോഴാണ് ആ ബ്ലഡ് പ്യൂരിഫയറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത്. അപ്പൊ സാറോട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു അത് ക്ഷീണത്തിന് കൊടുക്കുന്നവരുണ്ട്, തരിപ്പ്, കടച്ചില് പ്രശ്നങ്ങൾക്ക് കൊടുക്കുന്നവരുണ്ട്. അത് ബ്ലഡിൽ അഴുക്ക് റിമൂവ് ചെയ്യുന്ന സാധനമാണ്. ബ്ലഡിൽ അഴുക്ക് പോയാൽ നമ്മളെ ശരീരത്തിലെ ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ആ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ്. ചുരുക്കി പറഞ്ഞാല് ബ്ലഡ് ഉള്ള എല്ലാവർക്കും കഴിക്കാം. ഒരു 20 വയസ്സ് കഴിഞ്ഞ ആളുകളെ ശരീരത്തിലൊക്കെ എന്തായാലും അഴുക്കുണ്ടാവും. അതുകൊണ്ട് അത് എല്ലാവർക്കും കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ ക്ഷീണം, തരിപ്പ്, കടച്ചിലൊക്കെ ഇല്ലാത്ത ആളുകളില് അപ്പൊ ഞാൻ സാറോട് പറഞ്ഞു, "സാർ ഒരു കാര്യം ചെയ്യൂ. 5000 രൂപയ്ക്കും എനിക്ക് എന്ത് തന്നോളൂ. ബ്ലഡ് പ്യൂരിഫയർ മാത്രം കൊണ്ട് തന്നോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യായിരുന്നു." അങ്ങനെ സാറ് ബ്ലഡ് പ്യൂരിഫയർ ഒരു 15 ബോട്ടിൽ പിറ്റേ ദിവസം തന്നെ കൊണ്ട് തന്നു. ഭാഗ്യം കൊണ്ട് 1, 2, 3 ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് സെയിലായി. വീണ്ടും കൊണ്ട് തന്നു. അങ്ങനെ ഏകദേശം ഒരു 35ഓളം ബ്ലഡ് പ്യൂരിഫയർ ഒരാഴ്ച കൊണ്ട് സെയിൽ ചെയ്തു. എന്നെ സംബന്ധിച്ച് ഇന്ന് കിട്ടുന്ന ഏറ്റവും വലിയ നമുക്ക് അറിയാം ഒരു ആർടിസി എന്നൊക്കെ പറഞ്ഞ റാങ്കിൽ എത്തുമ്പോൾ വലിയ എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വരുമാനം ആ ആഴ്ചയിൽ കിട്ടിയ റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. ഏകദേശം ഒരു 3500ഓളം രൂപ എന്റേതായിട്ട് ഒരാഴ്ച കൊണ്ട് എനിക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അവിടുന്ന് അങ്ങോട്ട് പിന്നെയും ബിസിനസിനെ കുറിച്ച് പഠിക്കാനോ, ഒരു ഐഡി കൊടുക്കാനോ, ഒരു ആധാർ കാർഡ് കൊടുക്കാനോ ഒന്നും തയ്യാറായില്ല. സാർ ഇടയ്ക്കിടയ്ക്ക് പറയും ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കണോ, എന്നാലാണ് നമുക്ക് ഇതിൽ കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്. ഞാൻ പറഞ്ഞു സാറേ അത് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും വേണ്ട. സാറ് എനിക്ക് വിലക്കുറവിലാണല്ലോ തരുന്നത്. സാറ് വിലക്കുറവിൽ കൊണ്ട് തന്നോളൂ. ഞാൻ എന്ത് ചെയ്തോളാം, ഞാൻ സെയിൽ ചെയ്തോളാം. നമ്മള് സാധാരണ അങ്ങനെ കാണുന്നുള്ളൂ. നമ്മളിപ്പോ ഒരു മാക്സി വിൽക്കുകയാണെങ്കിലോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലോ ലാഭം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ അത് തന്നെയാണ് ഇത് എന്നാണ് നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കിട്ടുന്ന ഇൻകത്തിനെ കുറിച്ചിട്ടൊന്നും പഠിക്കാനോ മനസ്സിലാക്കാനോ സത്യം പറഞ്ഞാൽ കേൾക്കാൻ പോലും ഞാൻ തയ്യാറായില്ല. സാറ് വീണ്ടും വീണ്ടും ഇടയ്ക്ക് വിളിക്കുമ്പോ ഒക്കെ പറയും ബ്ലഡ് പ്യൂരിഫയർ വിളിക്കുമ്പോ ഒക്കെ പറയും എനിക്ക് ആധാർ കാർഡ് തരൂ, ഒരു ഐഡി ക്രിയേറ്റ് ചെയ്ത് തരാം. ഞാൻ പറഞ്ഞു സാർ ഐഡി വേണ്ട, കാരണം എനിക്കൊക്കെ പേടിയായിരുന്നു ആധാർ കാർഡ് ഒക്കെ ഒരാൾക്ക് കൊടുക്കാനൊക്കെ ഒരു പേടിയായിരുന്നു, കാരണം വലിയൊരു പരിചയം ഇല്ലാത്ത ആളാണ്. അപ്പൊ വലിയൊരു പരിചയം ഇല്ലാത്ത ആൾക്കാരെ കയ്യിൽ ആധാർ കാർഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള രീതിയിലാണ് കേട്ടോ കൊടുക്കാതിരുന്നത്. അതുകൊണ്ട് ഒരുപാട് തവണ സാറ് ചോദിച്ചിട്ടും ഞാന് റിജക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു സാർ അതിനൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. സാർ അങ്ങനെ ചുരുക്കി പറഞ്ഞ ഒരു 3 മാസം വീണ്ടും ഞാന് കൊണ്ടോയി കളഞ്ഞു. ഈ സെയിലിങ്ങില് മാത്രം കുറച്ച്, അത് വലിയ രീതിയിലല്ല ചെറിയ രീതിയില് ഫോക്കസ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് ഇതേപോലെ തൃശ്ശൂരുണ്ട് ഒരു ജോയ് സാറ്. സാറ് വീട്ടില് വരാനിടയായത്. ഈ സാറ് കൂടെ സാറ് വീട്ടില് വന്നു. സാറ് വീട്ടിൽ വന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാറിന് മനസ്സിലായി ഇതിനോട് ഈ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. ആൾക്ക് അത്ര ഈ എന്താ പറയാ ഈ വലിയ വലിയ ഭാഷയിലൊന്നും പറഞ്ഞാൽ തിരിയൂലാന്ന് സാറിന് മനസ്സിലായതുകൊണ്ടായിരിക്കാം. സാർ ഇങ്ങനെ പറഞ്ഞു, "ഞാനൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ഞാന് ഓട്ടോറിക്ഷ ഒഴിവാക്കി ഇപ്പൊ ഈ ബിസിനസ് ഒരു 6 മാസമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്യുന്നു. ഓട്ടോന്ന് കിട്ടുന്നതിനേക്കാളും വരുമാനം എനിക്ക് ഈ ബിസിനസ്ന്ന് കിട്ടുന്നുണ്ട്ന്ന്." അപ്പോഴും ഞാൻ നെഗറ്റീവ് തന്നെയാ ചിന്തിച്ചത്. കാരണം സാറ് തൃശ്ശൂരിന്ന് ഇവിടെ വരെ വന്നിട്ടല്ലേ എന്നാ ഞാൻ ചോദിച്ചത്. കാരണം സാറ് വേറൊരു ആവശ്യത്തിന് വന്നതിപ്പം എന്റെ അടുത്തൊന്ന് വന്നതാണ്. അത്ര പോലും ചിന്തിക്കാനുള്ളൊരു ബുദ്ധി അന്ന് ഉണ്ടായില്ല. അങ്ങനെ സാറ് വേറെ പറഞ്ഞു, "മാഡം ബ്ലഡ് പ്യൂരിഫയർ സെയിൽ ചെയ്യുന്നുണ്ട്ന്ന് പറഞ്ഞു." ഞാൻ പറഞ്ഞു, "ഓ അത് നല്ലോണം സാധനം പോകുന്നുണ്ട് സാറേ" ന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, "മാഡം എത്ര ബ്ലഡ് പ്യൂരിഫയർ വേണേ സെയിൽ ചെയ്തോളൂ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. മാഡത്തിന് അറിയുന്ന ബന്ധത്തിൽ മാത്രമേ മാഡത്തിന് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മാഡം വിചാരിക്കുന്നുണ്ട് ഒരു ദിവസം 100 രൂപ കിട്ടിയാൽ മതിയെന്ന് മാഡം തന്നെ പറയുന്നുണ്ടല്ലോ. അതേപോലെ ഒരു ദിവസം ഒരു 100 200 രൂപ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ഫ്രണ്ട്സ് ഉണ്ട് മാഡത്തിന്, അല്ലെ എത്ര റിലേറ്റീവ് ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇന്ന് വരുമാനം ആവശ്യമുള്ള എക്സ്ട്രാ ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളെ ഉള്ളൂ. എല്ലാവർക്കും എന്തെങ്കിലും ഒരു വരുമാനം വേണം. അപ്പൊ അതുകൊണ്ട് മാഡം ഒരു കാര്യം ചെയ്യൂ. മാഡത്തിന് കിട്ടുന്ന പോലെ ഒരു വരുമാനം കിട്ടാൻ പറ്റിയ കുറച്ച് ഫ്രണ്ട്സുകളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തും. നമ്മൾ നല്ലൊരു ജോലിയിലാണ് നിങ്ങൾക്ക് എത്തിയതെങ്കില് ആ സ്ഥാപനത്തിലേക്ക് വീണ്ടും സ്റ്റാഫിനെ വേണമെങ്കിൽ നിങ്ങൾ ആരെയൊക്കെ പരിചയപ്പെടുത്തുവോ, അതേപോലെ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് ആളുകളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നാൽ ഞങ്ങൾ അവരായിട്ട് സംസാരിച്ച് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് തരാം. അങ്ങനെ നിങ്ങൾ കുറച്ച് ആളുകളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണെങ്കില് അവരെത്ര കാലം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്താലും നിങ്ങൾക്ക് 12% അക്കൗണ്ടിലേക്ക് വാങ്ങി തരാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ശതമാനക്കണക്ക് ഞാൻ പറഞ്ഞല്ലോ കുടുംബശ്രീ റെസിഡൻസിൽ ട്രഷറർ ആയിരുന്നു. അതുകൊണ്ടൊക്കെ ഈ ശതമാനക്കണക്കൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഞാൻ അപ്പോൾ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മള് സാധാരണ ഒരു ബാങ്കില് നമ്മളെ സർവീസ് സഹകരണ ബാങ്കുകളൊക്കെ ഒരുപാടുണ്ട്. അവിടെയൊക്കെ നമുക്ക് അറിയാവുന്ന എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ കളക്ഷനൊക്കെ എടുക്കുന്ന ആളുകളുണ്ട്. ആ മേഖലേനെ കുറിച്ചൊക്കെ ബാങ്കൊക്കെ ആയിട്ട് നല്ല അത്യാവശ്യം പരിചയം ഉള്ളതുകൊണ്ട് അറിയാം. അവിടെ നമ്മള് വീടാന്തരം കേറി കളക്ഷൻ എടുത്താൽ പോലും അവർക്ക് 3% അല്ലെ 2.5% 3% മാത്രമാണ് കമ്മീഷൻ കിട്ടുന്നതെങ്കില് ഇത് ആരോ വാങ്ങി വിറ്റിട്ട് നമുക്ക് 12% തരുംന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാല് എനിക്ക് അതിലോ എവിടെയോ ഒരു പോയിന്റ് കത്തി. അപ്പൊ ഞാൻ പറഞ്ഞു, "സാറേ എനിക്ക് ശതമാനം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. നമ്മളെ ഫ്രണ്ട്സിന് ഒരു വരുമാനം കിട്ടണല്ലേ. ഞാൻ എന്തായാലും സാറിന് അങ്ങനെയാണെ ഇഷ്ടക്കണക്കിന് ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം" എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് സാറിന് ദേഷ്യം പിറ്റേ ദിവസം ഞാൻ എന്റെ ഒരു 5 ഫ്രണ്ട്സിനോട് ഈ കാര്യം പറഞ്ഞു. 5 ഫ്രണ്ട്സാണ് ഒരുപാട് പേരോട് പറഞ്ഞപ്പോ ഒരു 5 ഫ്രണ്ട്സാണ് എന്റെ കൂടെ സീരിയസ് ആയിട്ട് നിക്കുന്നത്. ഞങ്ങൾ 5 പേരും കൂടി ഈ ഒരു മാത്രാന്ന് പറഞ്ഞ സ്ഥലത്ത് തുടങ്ങിയിട്ടുള്ള ബിസിനസ്സാണ്. ഈ 5 പേരും കൂടി തുടങ്ങി. അവരെന്നെക്കാളും ആക്റ്റീവായിരുന്നു. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഒരു നിഷേച്ചി. ആള് നല്ല റീറ്റെയിലർ. ആള് കുടുംബശ്രീന്റെ ഈ ഹോം ഷോപ്പും അതുപോലെ തന്നെ സാരി, അച്ചാറൊക്കെ വീട്ടിലുണ്ടാക്കി നല്ലോണം സെയിൽ ചെയ്യുന്ന ആളാണ്. ആളടുത്ത് ഞാൻ പറഞ്ഞു, "നിഷേച്ചിയെ ഒരു ഹെയർ ഓയിൽ സെയിൽ അയക്കുകയാണെങ്കിൽ 110 രൂപ ഉണ്ട്. നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ പറ്റിയ ചെയ്തോളൂ" എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, "നീ കൊണ്ടുവാ നമുക്ക് നോക്കാം. ചെലവായിട്ടില്ലേ തിരിച്ചു കൊണ്ടുപോയാൽ മാത്രം മതി. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല" പറഞ്ഞു. അങ്ങനെ ആളടുത്ത് ചെന്ന് കാര്യം പറഞ്ഞപ്പോ ആള് അന്ന് തന്നെ 5000 രൂപയ്ക്ക് ആള് വാങ്ങിച്ചത് സോപ്പും പേസ്റ്റും ഹെയർ ഓയിൽ, ഷാമ്പൂ പോലുള്ള പേഴ്സണൽ കെയർ സാധനങ്ങളാണ്. ആള് നല്ല റീറ്റെയിലർ ആയതുകൊണ്ട് തന്നെ ആളത് വൈകുന്നേരം ആകുമ്പോഴേക്കും സെയിലാക്കി. എനിക്കൊരു ദിവസം
600 രൂപയാണ് കിട്ടിയതെങ്കിൽ ആൾക്ക് ഒരു 5000 രൂപയുടെ പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്താൽ നമുക്കറിയാം ഏകദേശം 2000-ലും മേലെ വരുമാനം ഉണ്ടാവും. ആൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് 2000 രൂപയിലും മേലെ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടി. 2000 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടിയ ആള് പിന്നെ അടങ്ങിയിരിക്കില്ലല്ലോ. അവരൊക്കെ റീറ്റെയിൽ ചെയ്ത് ശീലമുള്ളതുകൊണ്ട് പിറ്റേന്ന് എന്നെക്കാൾ ഫാസ്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി. അവര് നല്ല റീറ്റെയിൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഏകദേശം 5 വർഷം 5, 5.5 വർഷമായി ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട്. അവരിന്ന് മാത്രം എനിക്ക് ഏകദേശം അവരിന്ന് എസ്ടിസി എന്ന് പറഞ്ഞ റാങ്കിലാണ് നിൽക്കുന്നത്. അവര് ടീമിനൊന്നും ക്രിയേറ്റ് ചെയ്യില്ല. അവര് റീറ്റെയിൽ മാത്രമേ ചെയ്യുള്ളൂ. ഏകദേശം 50 ലക്ഷം രൂപയുടെ സാധനം അവരെന്നെ സെയിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു 5 പേരിലൂടെ ഇന്ന് എന്റെ ടീമിൽ ഏകദേശം 1700 ചില്ലാൻ ആളുകള് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊരു ഒരുപാട് ആളുകൾ ഇന്ന് വലിയ വലിയ റാങ്കുകളിൽ എസ്ടിസിയിലും ഡിടിസിയിലും എടിസിയും ഒക്കെ ആയിട്ട് ഒരുപാട് ടീമുകൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവരെ കൂടെ ഞാൻ അവർക്ക് കട്ട സപ്പോർട്ടായി അവരൊരു ഫ്രണ്ടിനെ പോലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവര് അവർക്കൊക്കെ വലിയ വരുമാനം വാങ്ങിക്കൊടുക്കുന്നതിനെ കൊണ്ട് നിങ്ങൾക്കറിയാം ആർടിസി എന്ന് പറഞ്ഞാൽ 75 ലക്ഷം ബിസിനസ് വോളിയാണ് മാച്ച് ചെയ്യേണ്ടത്. പക്ഷെ എന്റേത് 1.5 കോടി ബിസിനസ് വോളി ആയി. ഏകദേശം ഡബിൾ ആർടിസി എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 1.5 കോടി മാച്ച് ചെയ്താൽ എത്ര ഇൻകം കിട്ടുമെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഏകദേശം ഒരു 17-18 ലക്ഷം രൂപ ഐഡിയിലൂടെ മാത്രം ഇൻകം വാങ്ങിച്ചെടുക്കാൻ പറ്റി. ഈ കമ്പനി ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് പറയുന്നുണ്ട്. പെർഫോമൻസ് ബോണസ് പറയുന്നുണ്ട്, ലോയാലിറ്റി ബോണസ് പറയുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഇൻകം ഐടി എനിക്ക് കഴിഞ്ഞ ഇപ്പൊ ഒരു 2-3 വർഷമായിട്ട് ഞാൻ ഐടി റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഇൻകങ്ങളും അതുകൂടാതെ ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് റീറ്റെയിലും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ കൂടെ വളരെ എന്താ പറയാ സിമ്പിൾ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ഫുൾ ടൈമർ ആണെന്ന് ചോദിച്ചാൽ ഫുൾ ടൈമർ ആവാൻ ഒരു ലേഡീസിനെ പറ്റി ബുദ്ധിമുട്ടാണ്. കാരണം വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും കുട്ടികളെ കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ നോക്കണം. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലൂടെ തുടക്കത്തിലേ ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതൊന്നും മാറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്താണ് ഈ ഒരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പാർട്ട് ടൈം എന്ന് പറയാം. നമുക്കറിയാം ഒരു ജോലി സ്ഥലത്ത് നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ഞാനൊക്കെ ഇവിടെ ഹൈലൈറ്റ് മാളിന്റെ ഒക്കെ അടുത്തായിട്ടാണ് എന്റെ വീട് വരുന്നത്. ഹൈലൈറ്റ് മാളിലൊക്കെ നമ്മൾ രാവിലെ ഒരു 8 മണിക്ക് പോയാൽ വൈകുന്നേരം 6 മണിക്ക് ഏകദേശം 11 മണിക്കൂറാണ് വർക്കിംഗ് ടൈം. അത്രയും സമയം അവിടെ ജോലി ചെയ്താല് നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാ? ഒരാൾക്ക് ഏറിപ്പോയാൽ ഒരു മാസം ഒരു 10,000 അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 12,000 കിട്ടും. എന്റെ വിദ്യാഭ്യാസമൊക്കെ നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 8,000-ന്റെ താഴെയേ നിൽക്കുള്ളൂ. ഇനിയിപ്പോ ഏറ്റവും നമ്മൾ അവിടെ മിഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 10,000 രൂപയാണ് മാസം സാലറി എങ്കിൽ എന്റെ വരുമാനം ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞു 5 വർഷമായി. 5 വർഷത്തിന് നമുക്കൊക്കെ അറിയാം കൊറോണ എന്ന് പറഞ്ഞ മഹാമാരി നമ്മളെ വേട്ടയാടിയത്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന് ഒന്ന് സീരിയസ് ആയി നിന്നപ്പോ തൊട്ട് തുടങ്ങിയതാണ് കൊറോണ. 2.5 വർഷത്തോളം നമ്മൾ കൊറോണയുടെ ഉള്ളിൽ കുടുങ്ങി നിന്നിട്ട് പോലും എനിക്ക് നല്ല വരുമാനം തന്ന കമ്പനിയാണ് എം ഐ ലൈഫ്സ്റ്റൈൽ എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ്. എല്ലാവർക്കും കൊറോണ വന്ന സമയത്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഭയങ്കര പേടിയുള്ള സമയത്ത് എനിക്ക് എന്താ അറിയില്ല ഒട്ടും പേടിയില്ല. എനിക്ക് കൂടുതൽ വരുമാനം എന്റെ വീട്ടിലേക്ക് എത്തിച്ച സമയമാണ് ഈ ഒരു കൊറോണ സമയത്ത്. ആ ഒരു കൊറോണയിലൂടെ കടന്നു പോയത് ആ സമയം ഉൾപ്പെടെ ഒരു 5 വർഷം കൊണ്ട് ഏകദേശം ഞാൻ പറഞ്ഞു എന്റെ അക്കൗണ്ടിൽ 18 ലക്ഷം വന്നു. നമ്മളിപ്പോ അങ്ങനത്തുള്ള സ്ഥാപനങ്ങളിലാണ് പോണതെങ്കിൽ ഒരു 6-7 ലക്ഷം രൂപ മാത്രമേ നമുക്ക് ഈ ഇത്രയും വർഷം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുമല്ല നമ്മൾ ഫുൾ ടൈം അവിടെ ഡെഡിക്കേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം വർക്ക് ചെയ്തെങ്കിൽ മാത്രം ലീവ് എടുക്കാൻ പാടില്ല. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാൻ പാടില്ല. ഒന്നും പറ്റില്ല. പക്ഷെ ഇവിടെ അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മഹത്തായ ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മളെല്ലാവരും എത്തിപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ വളരെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ്. ഈ ഫെബ്രുവരി 19-ാം തീയതി നമുക്ക് പിണറായി വിജയൻ നമ്മളെ നിയമസഭയിലും നമ്മളെ ഈ ഒരു ഇൻഡസ്ട്രീനെ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പറ്റുന്ന ആളുകളൊക്കെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക. തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ആ ഒരു പ്രോഗ്രാം. അപ്പൊ നമുക്ക് നിയമത്തിനെ കുറിച്ചും ഒക്കെ നമുക്കറിയാം. പിന്നെ ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസപരമായിട്ട് തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ വരെ എന്റെ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു താത്ത ഉണ്ട്. തീരെ വിദ്യാഭ്യാസം ഇല്ല. ആള് നല്ലോണം സെയിൽ ചെയ്യും. എന്താന്ന് അറിയില്ല. ആൾക്ക് അതിനൊരു പ്രത്യേക കഴിവാണ്. ആള് ഒരു ദിവസം ബാങ്കിൽ പോയ സമയത്ത് ആളെ ഹസ്ബൻഡ് പാരലൈസ് ആയിട്ട് കിടക്കുക. അപ്പൊ നമ്മള് സ്പൈർലിന ഗോൾഡ് കൊടുക്കലുണ്ട്. കാരണം 95 ഒക്കെ കൊടുത്താൽ നല്ല റിസൾട്ട് ആണ്. പക്ഷെ അവർക്ക് 95 വാങ്ങാനുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കാരണം ഞങ്ങൾ സ്പൈർലിന കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആള് സ്ഥിരമായിട്ട് ഹസ്ബൻഡിന് സ്പൈർലിന കൊടുത്തോണ്ട് തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ ആള് ബാങ്കിൽ പോയപ്പോ ബാങ്കിലെ മാനേജർ അമ്മ അതേപോലെ പാരലൈസ് ആയിട്ട് കിടക്കുകയാണ്. എങ്ങനെയെങ്കിലും ആളെ രക്ഷപ്പെടുത്താൻ പറ്റിയ രക്ഷപ്പെടുത്തുന്ന ഈ താത്തയുടെ അടുത്ത് പറഞ്ഞ സമയത്ത് ആള് അവിടെ നിന്ന് എനിക്ക് വീഡിയോ കോൾ ചെയ്യണു.
മാഡം എന്താ ചെയ്യാ? ഇക്കാക്കയ്ക്ക് കൊടുത്ത ആ പച്ച ഗുളികയില്ലേ, ആ ഗുളികയുടെ ഏം, പിന്നെ കുറിച്ചൊന്ന് മാനേജരോട് പറഞ്ഞു കൊടുക്കുവോ, അവരെന്നാ വാങ്ങിച്ചോളും. അപ്പം ഈ പച്ച ഗുളികന്ന് അവർ ഉദ്ദേശിക്കുന്നത് നമ്മളെ സ്പൈറുലിന ഗോൾഡ് ആണ്. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ഒക്കെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടർമാരും ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സെയിൽ ചെയ്യാൻ. കാരണം നമുക്ക് ഇതേപോലെ നമ്മളെ കൂടെ ടീമൊക്കെ വരുമ്പോൾ ലീഡേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ പ്രൊഡക്റ്റിന്റെ കളറും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അങ്ങനെ ഞാന് ആളടുത്ത് സംസാരിച്ച സമയത്ത് 95, വെൽഹാർട്ട്, ചാമ്പി, തൈല, സ്പൈറുലിന ഗോൾഡ് തുടങ്ങിയ എല്ലാ ഒരു 5, 6 വിധം പ്രൊഡക്റ്റ് ആ ആളടുത്ത് പറഞ്ഞ സമയത്ത് അവരൊക്കെ അത് വാങ്ങിക്കാൻ തയ്യാറായി. അവരുടെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തു, നിങ്ങൾ സ്ഥിരമായിട്ട് 6 മാസം ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെന്നും. അങ്ങനെ ആ താത്ത അന്ന് കൊടുത്ത സമയത്ത് ആൾക്ക് ഒരു ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു 2000 രൂപേന്റെ അടുത്ത് റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രം കിട്ടിയിട്ടുണ്ടാവുന്നു. അപ്പൊ നമ്മൾ പറയാൻ തയ്യാറാവുക, ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും വലിയ. എല്ലാവർക്കും പറയാൻ മടിയാണ്. നമ്മളെ കുടുംബത്തിൽ എങ്ങനെയാ പറയാ, ബന്ധത്തിൽ എങ്ങനെയാ പറയാ, അവര് നമ്മൾ പറഞ്ഞാൽ അംഗീകരിക്കുമോ എന്നൊക്കെയാണ്. പക്ഷെ അംഗീകരിക്കോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക, പറയാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അങ്ങനെ ആൾക്ക് നല്ല റീറ്റെയിൽ പ്രോഫിറ്റ്, അങ്ങനെ ആള് ഇപ്പൊ ഏകദേശം ഒരു ടിസി റാങ്കിലൊക്കെയാണ് ആള് നിൽക്കുന്നത്. തീരെ വിദ്യാഭ്യാസം ഒന്നുമില്ല. കാരണം സ്പൈറുലിന ഗോൾഡ് എന്ന് പറയാൻ ആൾക്ക് അറിയാത്തത് കൊണ്ടാണല്ലോ ആൾ എന്നെ വിളിച്ചത്. അങ്ങനെ ഒരുപാട് വ്യക്തികളിലൂടെ നമുക്ക് ബിസിനസ് കൊടുക്കാനും അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കുന്നുണ്ട്. അതേപോലെ എന്റെ ടീമിൽ ഒരു ശാന്ത മാഡം ഉണ്ട്. ആള് പശുവിനെ വളർത്തുന്ന ഒരാളാണ്. ഏകദേശം 4, 5 പശുക്കളൊക്കെ ആയിട്ട് പശുവിനെ വളർത്തി പാല് വിറ്റാണ് അവരുടെ ജീവിതമാർഗം. കാരണം എന്റെ അമ്മയുടെ ഒക്കെ പ്രായമുള്ള ഒരു ലേഡിയാണ്. ഒരു 62, 63 വയസ്സ് പ്രായമുള്ള ലേഡിയാണ്. അവര് ഞാൻ അവരുടെ അടുത്ത് ഈ ബിസിനസ് അവരെ ഒരു ഫ്രണ്ടാണ് അവരെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അവര് പറഞ്ഞത്രേ ഉള്ളൂ, ശാന്തേച്ചി പാല് കൊടുക്കുന്ന വീട്ടിലൊക്കെ ഓരോ പേസ്റ്റ് കൊടുത്തോളൂ. ഒരു പേസ്റ്റ് കൊടുത്താൽ 50 രൂപ കിട്ടും. അപ്പൊ പേസ്റ്റ് തീർന്ന എല്ലാ മാസവും ആളുകൾ നിങ്ങളുടെ അടുത്ത് തന്നെ പേസ്റ്റ് വാങ്ങിക്കും. നിങ്ങൾ പേസ്റ്റ് കൊടുത്തോളൂ പറയണം. അങ്ങനെ പേസ്റ്റ് വെറുതെ ഫ്രണ്ട് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്താണ് ഞാൻ അവർക്ക് ഇതേപോലെ പേസ്റ്റ് കൊണ്ട് കൊടുക്കാൻ അവരുടെ അടുത്ത് പോണത്. അതും ഈ കൊറോണ സമയത്ത് ആണ്. അങ്ങനെ പേസ്റ്റ് കൊടുക്കാൻ ഞാൻ അവര് പോയ സമയത്ത് ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഈ ബിസിനസ്സിലേക്ക് വരൂ. ഇങ്ങനെ കുറച്ച് ഇവിടെ നല്ലൊരു ഏരിയയിൽ ഒരു ഏരിയയിൽ ഈ ടീമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ നല്ല വരുമാനം കിട്ടും. അപ്പൊ ആളെന്നോട് പറഞ്ഞു, അയ്യോ മോളെ, എനിക്ക് ഇതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. ഞാൻ ഇങ്ങനത്തെ ബിസിനസ്സിനൊന്നും ഇല്ല. ഞാൻ പിന്നെ ഇവര് പറഞ്ഞതല്ലേ, എന്റെ ഫ്രണ്ട് അല്ല, അവര് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യണത്. അല്ലാതെ ഞാന് ഇതിലേക്കൊന്നുമില്ല. എനിക്ക് അതിനൊട്ട് സമയവും ഇല്ല, അതിന്റെ ആവശ്യവും ഇല്ല എന്ന് പറഞ്ഞു. വേറെ ഒന്നല്ല, അവര് 2 ആൺകുട്ടികൾ, ഒരാള് ബോട്ടിൽ ജെട്ടിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരാൾക്ക് ജനസേവാ കേന്ദ്രം നടത്താണ്. 2 ആളെ കല്യാണം കഴിഞ്ഞ് അവര് സെറ്റിൽഡ്. പിന്നെ 2, 3 വീടുണ്ട്. അത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് സാമ്പത്തികത്തിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇനി ഇത്രയും പ്രായമാകുമ്പോ ഇനി എന്ത് സാമ്പത്തികം ഉണ്ടാക്കാനാണെന്നുള്ള എല്ലാവരും ചിന്തിക്കുന്ന പോലെ അവരും ചിന്തിച്ചു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ശാന്തേച്ചിക്ക് ആവശ്യമില്ലെങ്കിൽ വേണ്ട. എനിക്ക് ആവശ്യമുണ്ട്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പണം ആവശ്യമുള്ള സമയമാണ്. കാരണം എന്റെ 2 മക്കളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് രണ്ടാൾക്കും നല്ല എമൗണ്ട് ചെലവാക്കിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും ഇതില് പണം ആവശ്യമുണ്ട്. ശാന്തേച്ചി എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യും. എന്നെപ്പോലെ ആവശ്യമുള്ള ഒരു 2 ആൾക്കാരെ പരിചയപ്പെടുത്തൂ. നിങ്ങൾക്ക് വേണ്ടെങ്കിലും അവരെങ്കിലും രക്ഷപ്പെടുമല്ലോ. നിങ്ങൾക്ക് ഈ ഏരിയയിൽ ഒരുപാട് ആൾക്കാരായിട്ട് പരിചയമുള്ളതല്ലേ. നിങ്ങൾ പാലൊക്കെ ആയിട്ട് പോകുന്നോണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് പോകുന്നോണ്ട് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവും. ഇതേപോലെ അവരും പേസ്റ്റോ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം സെയിലാക്കുകയാണെങ്കിൽ അവർക്കും ലാഭം കിട്ടും. അങ്ങനെ എനിക്ക് 2 എന്നെപ്പോലെ 2 ആൾക്കാരെ തന്നെയാണ് ആള് പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെ ആ 2 ആളെ പരിചയപ്പെടുത്തി തന്നതിലൂടെ അവിടെ ബിസിനസ് നല്ല രീതിയിൽ വളരും. അവരുടെ ബിസിനസ് നല്ല രീതിയിൽ വളർന്നു. അവരിപ്പോ സോണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കില് വർക്ക് ചെയ്യുന്നു. അവർക്ക് ബിസിനസ് ഒന്നും കൃത്യമായിട്ട് പറയാനൊന്നും അറിയില്ല. പക്ഷെ ഞാന് അവരെ കൂടെ വന്നിട്ടുള്ള 2 വ്യക്തികളെ നന്നായിട്ട് ആ ബിസിനസ് പറയാനും ഫീൽഡ് വർക്ക് ചെയ്യാനും ഒക്കെ പഠിപ്പിച്ചു. പിന്നെ അവര് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമായി. അവര് 2 പേരും ഇന്ന് ഡിടിസി എന്ന് പറഞ്ഞ റാങ്കില് എടിസി, ഡിടിസി എന്ന് പറഞ്ഞ റാങ്കിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാഡത്തിന്റെ ഇൻകത്തിന് യാതൊരു കോട്ടവും വരാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരുപാട് ആളുടെ, പിന്നെ എന്റെ ടീമിൽ ഒരു മാഡം ഉണ്ട്, MBA ഒക്കെ കഴിഞ്ഞ ആളാണ്. ആള് പിന്നെ ബാങ്കിൽ ഏകദേശം 20 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ലീഡറാണ്. 20 വർഷത്തോളം ആള് ജോലി ചെയ്തിട്ട് ആൾക്ക് മാസത്തിൽ 70,000 രൂപ സാലറി ഉണ്ടായിരുന്നു.
ആ സാലറി റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ എന്റെ കൂടെ മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആള് STC എന്ന് പറഞ്ഞ റാങ്കിലാണ്. അപ്പൊ ഞാൻ ആളടുത്ത് ചോദിച്ചു, ശരിക്കും ഒരു അപ്ലൈൻ എന്നുള്ള രീതിയിൽ അവരോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഡൗൺലൈൻസിനോടൊന്നും ജോലി കളഞ്ഞത് എന്തിനാന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാൻ വെറുതെ, എന്നാലും എന്നെക്കാളും കുറച്ചും കൂടെ പ്രായമുള്ള ആളാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരോട് ചോദിച്ചു, മാഡം എന്തിനാ ജോലി ഉപേക്ഷിച്ചത്? കാരണം ഇത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ. അപ്പൊ മാഡം എന്തിനാ ജോലി 70,000 രൂപ ഉള്ള ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഈ ബിസിനസ് ചെയ്യുന്നു? അപ്പൊ ആളെന്നോട് പറഞ്ഞു, ഞാൻ 20 വർഷത്തോളമായിട്ടാണ് ഒരു 70,000 രൂപ സാലറിയിലേക്ക് എത്തിയതെങ്കിൽ ഈ ഒരു ബിസിനസിനെ കുറിച്ച് ഞാൻ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഇതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി 8 മാസത്തോളം പഠിച്ചതിന് ശേഷമാണ് ആൾ ഈ ബിസിനസ്സിലേക്ക് വന്നത് പോലും. ഇവിടെ ഞാനൊരു 3 4 വർഷം കൊണ്ട് ഏഹ് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നമുക്കറിയാം വീക്കിലി ഇൻകം 2,10,000 രൂപ വരെ കിട്ടുന്നുണ്ട്. അപ്പൊ ആ 2,10,000 വീക്കിലി ഇൻകത്തിലേക്കൊക്കെ മാറാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ 20 വർഷം മെനക്കേട് ഇവിടെ ഒരു 4 5 വർഷം കൊണ്ട് എനിക്ക് അതിലെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ എനിക്ക് മാസത്തിൽ അവിടെ 70,000 ആണ് ഇനിയും കിട്ടുന്നതെങ്കിൽ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 4,40,000 രൂപ വരെ, സോറി, 8,40,000 രൂപ വരെ നമുക്കിവിടെ മാസത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അത് ഒരുപാട് ബോണസുകളും ബെനിഫിറ്റുകളും ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ജോലി എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് സീരിയസ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ജോലി റിസൈൻ ചെയ്തത്. പിന്നെ അത്തരം മേഖലകൾ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറയാം, ഇത് നമുക്ക് വാങ്ങി വിൽക്കാൻ താല്പര്യം കൂടുതലുള്ളവർക്ക് വാങ്ങി വിറ്റ് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും. ടീമിനെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുന്നവർക്ക് ആഴ്ചയിൽ 400 രൂപ മുതൽ 2,10,000 വരെ. കാരണം ഈ പ്ലാൻ ഒന്ന് സീരിയസ് ആയി പഠിച്ച സമയത്ത്, ഫസ്റ്റിലെ സമയത്തൊക്കെ എന്നോട് ഈ പ്ലാൻ പറഞ്ഞ ലീഡറോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആഴ്ചയിൽ 2,10,000 കിട്ടുമോ? സാറിന് എന്താ വട്ടാണോ? കാരണം നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു എമൗണ്ട് ആയതുകൊണ്ടാണ് പലരും ഈ 2,10,000 എന്ന് കേൾക്കുമ്പോൾ ഈ ബിസിനസ്സിനെ ഇവിടെ ഒന്ന് മടിക്കുന്നത്. അപ്പൊ സാറിന്റെ അടുത്ത് ഇത്രേ പറഞ്ഞുള്ളൂ, നിഷിക്ക് ആഴ്ചയിൽ എത്ര വരുമാനം വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു 2,000 രൂപ മതി. എന്നാ മനുഷ്യൻ 2,000 രൂപയ്ക്കുള്ള ജോലി ചെയ്താൽ മതി. കമ്പനി 400 രൂപ മുതൽ 2,10,000 വരെ തരും. 400 വേണോ, 4,000 വേണോ, 40,000 വേണോ, 2,10,000 വേണോന്ന് നമ്മൾക്ക് തന്നെ എന്ത് ചെയ്യാ, ഇവിടെ തീരുമാനം എടുക്കാൻ പറ്റും. അല്ലാതെ കമ്പനി പ്രത്യേകിച്ച് ഒരു തീരുമാനമൊന്നും പറയുന്നില്ല. അതുകൊണ്ട് പുതിയ ആളുകളോട് പ്ലാൻ പറയുമ്പോൾ പെട്ടെന്ന് ഈ 2,10,000 കിട്ടും എന്ന് പറയുന്നതാണ് ചില ആളുകൾ നെഗറ്റീവ് ആവാന്ന് എനിക്കൊരു തോന്നലുണ്ട്. കാരണം എന്നെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ അത് ഉൾക്കൊള്ളാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർക്കൊരു 1,000 2,000 5,000 മാസത്തിൽ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിലേക്ക് വരാൻ സാധ്യത കൂടുതലുണ്ട്. പിന്നെ നമുക്കറിയാം, നമ്മളൊക്കെ ഇത്രയും കാലം നമ്മൾ MRP പ്രൈസിനാണ് നമ്മൾ പുറത്തുനിന്ന് എന്ത് വാങ്ങി ഉപയോഗിക്കുകയാണ്. ഇപ്പൊ നമ്മളെ സുഹൃത്തിന്റെ കടയാണോ, ചില ആളുകളൊക്കെ ഇവിടെ റീറ്റെയിൽ ചെയ്യുമ്പോൾ കാണാം വില ഏറ്റവും കുറച്ച് കിട്ടുന്നതിനേക്കാളും വില കുറച്ച് കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. കിട്ടിയ DP പ്രൈസിന് സാധനം കൊടുക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെയൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. നമുക്കറിയാം, നമ്മളെ ബന്ധുവോ സുഹൃത്തോ ഒരു ചെറിയ പെട്ടിക്കട തുടങ്ങിയാൽ പോലും നമ്മൾ MRP കൊടുത്തിട്ടല്ലേ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത്. നമുക്ക് അവിടുന്നൊക്കെ ആരാ വില കുറച്ച് തരുന്നത്? പിന്നെ നമുക്ക് ഈ ഒരു പീഡിയ കാണിക്കാൻ നമ്മളെ കയ്യിൽ പീഡിയല്ലേ, അത് നമ്മളെ മൊബൈലിലാണെന്ന് മാത്രം. പക്ഷെ നമ്മൾ വിൽക്കുന്ന സാധനം നമ്മൾ വില കുറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ശരിക്കും MRPയിൽ തന്നെ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ, MRPയിൽ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നാലും ഒരു 10 20 ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ പോലും നമുക്ക് നല്ല റീറ്റെയിൽ പ്രോഫിറ്റ് ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞു, ഒരുപാട് ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളെല്ലാം ബിസിനസ് പറയാൻ പോവാൻ നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ ആളുകളുടെ അടുത്തേക്കാ പൊതുവെ. കാരണം അവരുടെ അടുത്തേക്ക് നമുക്ക് എളുപ്പമാണല്ലോ. പക്ഷെ നമ്മളെക്കാൾ കുറച്ചും കൂടി എന്തെങ്കിലും കൂടുതലുള്ള, കുറച്ചും കൂടി കഴിവ് കൂടുതലുള്ള ആളുകളെ നമുക്ക് അതിന് നമുക്കറിയാം, നമുക്കൊക്കെ അപ്ലൈൻ ലീഡേഴ്സ് ഒരുപാട് സപ്പോർട്ടിങ്ങിനുണ്ട്. എല്ലാ അപ്ലൈൻ, കാരണം ഇവിടെ ഒന്നുമില്ല, എത്ര ഡെപ്തിൽ വരെ 12% വരുമാനം കൊടുക്കുന്നത് കൊണ്ട് ലീഡേഴ്സ് ഒക്കെ ഏത് സമയം സജീവമായിട്ട് നമ്മളെ കൂടെ ഇറങ്ങാൻ തയ്യാറായിരിക്കും. അപ്പൊ നമുക്ക് നമ്മളെക്കാൾ കഴിവുള്ള 2 വ്യക്തികളെ നല്ല അത്യാവശ്യം പ്രവർത്തിക്കുന്ന അപ്ലൈൻ ലീഡേഴ്സിന് പരിചയപ്പെടുത്തി കൊടുത്താൽ അവരിലൂടെ അവർ ബിസിനസ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തായിട്ട് വരും, ബിസിനസ് ആയിട്ട് വരും. അപ്പൊ നമ്മളെക്കാൾ കുറച്ചും കൂടെ എന്തെങ്കിലും കഴിവുള്ള ആളുകളെ, പിന്നെ ഏറ്റവും കൂടുതൽ ഫാമിലി സപ്പോർട്ട് ഉള്ള ആളുകൾ, ലേഡീസ് ഒക്കെ ആകുമ്പോൾ കൂടുതലും വീട്ടിൽ നിന്ന് ഫാമിലി സപ്പോർട്ട് ഉണ്ടാവണം ഈ ബിസിനസ് ചെയ്യാൻ. വീട്ടിലെ ഫാമിലി സപ്പോർട്ട് ചെയ്തില്ലേ ബുദ്ധിമുട്ടാണ്.
കാരണം നമുക്കറിയാം പല ആളുകളും നല്ല കഴിവുള്ള ആളുകൾ വീട്ടില് ഞാനൊക്കെ ഫീൽഡിൽ പോകുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നല്ല കഴിവുള്ള ആളുകളായിരിക്കും. അവർക്കൊക്കെ എന്ത് ചെയ്യാനും പഠിക്കാനും ഒക്കെ കഴിവേക്കും. പക്ഷെ ഒറ്റ പ്രശ്നേ ഉണ്ടാവുള്ളൂ. ഭർത്താവ് സമ്മതിക്കില്ല, അല്ലെ ഭർത്താവിന്റെ അമ്മ സമ്മതിക്കില്ല, അല്ലെ ഭർത്താവിന്റെ അച്ഛൻ സമ്മതിക്കില്ല. ഇപ്പൊ ഈ ദിവസം കേട്ടു ഭർത്താവിന്റെ അമ്മയ്ക്കും അച്ഛനും ഒന്നും പ്രശ്നമില്ല. ഭർത്താവിന്റെ ഏട്ടനാണ് പ്രശ്നം. അങ്ങനെ തളച്ചിടുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ബിസിനസ് നമ്മൾ തുടർച്ചയായിട്ട് ഒരു 5 വർഷം സീരിയസ് ആയിട്ട് ഇതിന്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ നമ്മള് ഒരു വലിയൊരു ഇൻകത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരു ഇൻകം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളൊരു 3ഓ 4ഓ വർഷം സീരിയസ് ആയിട്ട് ഇതിന്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതിന് നമുക്ക് വീട്ടിന്ന് നല്ല സപ്പോർട്ട് ഞാൻ പറയാം നമ്മളെ ഇഷ്ടത്തിന് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം. ഇപ്പൊ നിങ്ങൾ എന്നെ തന്നെ നോക്കിക്കോളൂ. ഈ ഒരു സമയത്ത് എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന സമയമാണ്. വീട്ടില് നമുക്ക് എല്ലാവർക്കും വീട്ടില് പണികളൊക്കെ ഉള്ള സമയമാണ്. ഈ ഒരു സൂം മീറ്റിംഗിൽ കേറിയിരിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ കുറച്ച് നല്ല നല്ല സ്വാതന്ത്ര്യമുള്ള ആളുകളായിരിക്കണം. പിന്നെ നന്നായിട്ട് ഒരു ഹാർഡ് വർക്ക് കുറച്ച് എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാം കൊണ്ടുവന്നാല് അവരെ സിമ്പിൾ ആയിട്ട് ഈ ബിസിനസ് പഠിപ്പിച്ചെടുക്കുക. പിന്നെ ഈ ഒരു ബിസിനസിന്റെ നട്ടെല്ല് എന്ന് പറയുന്ന കാര്യമാണ് ഞങ്ങൾ എപ്പോഴും പറയും ഇതൊരു മീറ്റിംഗ് ബിസിനസ് ആണെന്ന്. കാരണം മീറ്റിങ്ങിന് പോവാനോ മീറ്റിങ്ങിന് വിളിച്ചാനോ പലർക്കും താല്പര്യം ഉണ്ടാവില്ല. കാരണം മീറ്റിംഗ് എന്നൊക്കെ പറയുമ്പോ എന്താണിത് എന്നും മീറ്റിംഗ് ആണോ? എന്റെ അടുത്ത് ഇപ്പോഴും ചോദിക്കലുണ്ട് നിങ്ങൾക്കൊക്കെ എന്നും മീറ്റിംഗ് ആണോ? ഞാൻ അവരോട് പറയും ഇത് ഒരു മീറ്റിംഗ് ബിസിനസ് ആണ്. നിങ്ങൾ നോക്കൂ കോട്ട് ഇട്ടിട്ട് സ്റ്റേജിൽ കയറുന്ന ആളുകൾ നിങ്ങൾ ഏത് മീറ്റിംഗിൽ ചെന്നാലും അവിടെ ഉണ്ടാവില്ലെന്ന്. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് നമ്മളൊരു ജോലിക്ക് പോകുന്നതിന് പകരം ഇതിന്റെ മീറ്റിങ്ങുകളും പ്രോഗ്രാമുകള് RTP, RR എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രെയിനിങ്ങുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ പഠിക്കാത്ത ഒരു മേഖലയിലേക്കാണ് പലരും എത്തിപ്പെടുന്നത്. കാരണം ഇതിനെക്കുറിച്ച് മുന്നേ പഠിച്ച ആളുകളൊന്നുമില്ല. ഈ ഒരു ബിസിനസിന്റെ മാത്രം പ്രത്യേകതയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രി പഠിച്ചെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇതിന്റെ എല്ലാ ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും തുടർച്ചയായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്കാണ് ഇവിടെ വീക്കിലി ഇൻകം 2,10,000 എന്നൊക്കെ ആവുന്നത്. പക്ഷെ ഈ ബിസിനസ് ചെയ്യാൻ നമ്മൾ അങ്ങനെ തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് എങ്ങനെ വേണം ചെയ്യാം. ഞാൻ പറഞ്ഞു വാങ്ങി വിൽക്കുന്നവർക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് നമുക്ക് ഈ ഇൻകം കിട്ടും. പിന്നെ ലോയൽറ്റി ബോണസ് ഒക്കെ ഫോക്കസ് ചെയ്ത് കിട്ടും. പക്ഷെ നമ്മൾ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുകയാണേലും ആ മേഖലയെ കുറിച്ച് കൂടുതൽ അറിവ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ടൂറൊന്നും പോവാത്ത ആളാ. കാരണം ഹസ്ബൻഡ് ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് കോഴിക്കോട് ബീച്ചിൽ വരെ പോയില്ല. കാരണം ആളോട് ബീച്ചിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ ആളിനെ കളിയാക്കും. വേറെ ഒന്നല്ല ആളൊക്കെ എപ്പോഴും ബീച്ചിൽ കൂടെ വണ്ടി ഓടുന്നു എപ്പോഴും കാണുന്ന ആളുകൾക്ക് അതിനോട് താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ തീരെ കാണാത്ത എനിക്ക് ഒരു തീവണ്ടി കാണുക, അല്ലെങ്കിൽ ഒരു വിമാനം കാണുക, അല്ലെങ്കിൽ ഒരു ബീച്ച് കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ അങ്ങനെ ടൂറൊന്നും പോണ ഫാമിലി അല്ല. അങ്ങനെ ആണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുക്കാനുണ്ടായിട്ടുള്ള ഒരു കാരണം എനിക്കിങ്ങനെ പല സ്ഥലങ്ങളിലും പോവാനുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഫസ്റ്റിൽ തന്നെ ഇതിന് ഒരു ട്രെയിനിങ്ങിന് പോയത് നെല്ലിയാമ്പതിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ട്രെയിനിങ്ങിനല്ല നെല്ലിയാമ്പതി പോയത്. എനിക്ക് നെല്ലിയാമ്പതി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെല്ലിയാമ്പതി പോയത്. അവിടെ വെച്ചിട്ടാണ് എനിക്ക് ഈ ബിസിനസിനെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടിയത്. അങ്ങനെ ഒരു ദിവസം അവിടെ നിന്ന് കാരണം വീടൊന്നും വിട്ട് നിൽക്കാതെ എനിക്ക് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ ആ ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുത്തു. ട്രെയിനിങ്ങിൽ പങ്കെടുത്ത സമയത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹൈദരാബാദ് കോണ്ടസ്റ്റ് ഹൈദരാബാദിലേക്ക് കുറച്ച് ബിസിനസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഹൈദരാബാദിലേക്ക് ഫ്രീ ആയിട്ട് വിമാനത്തിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞു. അപ്പൊ വിമാനത്തിൽ കയറാനുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം ഞാൻ വെറും 2 ആഴ്ചയെ കൊണ്ട് ആ ഹൈദരാബാദ് ട്രിപ്പ് വിൻ ചെയ്തു. അങ്ങനെ ഞാൻ വിൻ ചെയ്തു എന്ന് മാത്രമല്ല എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വിടില്ല. കാരണം അത്ര ഹൈദരാബാദിലേക്കൊന്നും നമുക്ക് പരിചയമില്ലാത്ത ആളുകളെ കൂടെ അത് പ്രത്യേകിച്ച് എന്റെ അപ്ലൈൻ ലീഡേഴ്സ് ഒക്കെ ജെന്റ്സ് ആണ്. ലേഡീസ് വളരെ ഇല്ല. ലേഡീസ് ഇല്ല എന്ന് തന്നെ പറയാം. അധികം ജെന്റ്സ് ആണ്. അത് ഏറ്റവും കൂടുതൽ രസം കൂടുതലും തൃശ്ശൂർ ഭാഗത്തുള്ള ലീഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ കൂടെ എന്റെ ഹസ്ബൻഡ് എന്തായാലും എന്നെ വിടൂല. എനിക്കറിയാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്റെ കൂടെ വന്നിട്ടുള്ള ഒരു 5-6 ആളുകളെ അച്ചീവ് ചെയ്യിപ്പിച്ചു. കാരണം എന്താ പറയാ എനിക്ക് പോവണമെങ്കിൽ അവരൊക്കെ വേണം. കാരണം ഞാൻ പറഞ്ഞു നിഷ മേഡം നിഷേച്ചിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ സുനിയേട്ടൻ ചിലപ്പോ എന്നെ വിടും. പിന്നെ ഞാന് ഹസ്ബൻഡിനെയും അച്ചീവ് ചെയ്യിച്ചു. എന്നാ പിന്നെ ഒട്ടും പേടിക്കണ്ടല്ലോ. ആള് കൂടെ ഉണ്ടെങ്കിൽ പേടിക്കണ്ടല്ലോ. അങ്ങനെ ഞാനും ഹസ്ബൻഡും ഈ ഒരു ബിസിനസ്സിലൂടെ ഏകദേശം 35,000 രൂപ വില വരുന്ന ടൂറാണ്. ഫിലിം സിറ്റി ഒക്കെ ഹൈദരാബാദ് രാമോജി നഗർ ഫിലിം സിറ്റി ഒക്കെ കാണാനും അതേമാതിരി 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാനും വിമാനത്തിൽ യാത്ര ചെയ്തു. അതേപോലെ മെട്രോ റെയിൽ ഞാൻ അവിടെ പോയി ഹൈദരാബാദ് പോയിട്ടാണ് മെട്രോ റെയിൽ കണ്ടത്. കാരണം അതുപോലും കണ്ടിട്ടില്ല. അങ്ങനെ
ഉള്ള ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതോടെ അങ്ങനെ കുറെ സൗകര്യങ്ങൾ കിട്ടി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് ഒരു കോൺടെസ്റ്റ് വെച്ചിരുന്നു. ഷിപ്പില് നമ്മളെ കൊച്ചിയില് നടുക്കടലിലൂടെ ഒരു കപ്പൽ യാത്ര എന്ന് പറഞ്ഞിട്ട് ആ ടൂറും ഞാൻ അച്ചീവ് ചെയ്തു. അങ്ങനെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല വിമാനം മേലോട്ട് നോക്കി നിൽക്കണ നിന്നിരുന്ന ഇനി ജീവിതത്തിൽ ഒരിക്കലും ഒരു വിമാനത്തിൽ കയറാൻ പറ്റുംന്ന് തോന്നാത്ത ഞാന് വിമാനത്തിൽ സഞ്ചരിച്ചു, ഷിപ്പിൽ സഞ്ചരിച്ചു, എല്ലാതരം ബോട്ടിലും നമ്മളെ ബേപ്പൂർ ബോട്ട് മുതൽ എല്ലാതരം ബോട്ട് സർവീസിലും ഒക്കെ ഫ്രീ ആയിട്ട്. അത് ഏറ്റവും രസം എന്താ വെച്ചാല് നമ്മളൊരു ടൂർ പോകുമ്പോൾ പൈസ കൊടുത്ത് ടൂർ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമം, നമ്മളെ പൈസയാണല്ലോ പോകുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ആകെ കുറച്ച് ബിസിനസ് ചെയ്ത് കൊടുത്ത ബിസിനസിന്റെ ലാഭം കിട്ടും, അതോടൊപ്പം എന്ത് ചെയ്യും ഫ്രീ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ടൂറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു 10, 35, 36 വയസ്സ് വരെ ഒരു സ്ഥലവും കാണാത്ത ഞാൻ വെറും 5 കൊല്ലം കൊണ്ട് ഒരുപാട് ആ 36 വർഷം കിട്ടുന്നേക്കാൾ കൂടുതൽ ഈ ഒരു 5 കൊല്ലം കൊണ്ട് എന്നോടൊക്കെ എന്റെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ചോദിക്കും, "നിനക്ക് എന്നും ടൂർ തന്നെയാണോ? നീ എപ്പോ സ്റ്റാറ്റസ് നോക്കിയാലോ നീ അവിടെ ടൂർ പോയി, ഇവിടെ പോയി, നെല്ലിയാമ്പതി പോയി, വയനാട്ടിൽ പോയി" ഇങ്ങനെയുള്ള സ്റ്റാറ്റസുകൾ അല്ല എറണാകുളത്ത് അങ്ങനെ സ്റ്റാറ്റസുകളാണല്ലോ കാണും. ഞാൻ പറഞ്ഞു അതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. നമ്മളെപ്പോലെ ഉള്ളവർക്ക് വരുമാനം മാത്രമല്ല എൻജോയ്മെന്റും കൂടെ ഈ ബിസിനസ്സിലൂടെ കിട്ടും. പിന്നെ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് ബന്ധങ്ങൾ. ഇപ്പൊ ഈ സുബ്രഹ്മണ്യൻ സാർ എവിടെയുള്ള മലപ്പുറം എവിടെയാന്ന് പോലും കറക്റ്റ് സ്ഥലം അറിയാം. അങ്ങനെയുള്ള ഒരുപാട് ലീഡേഴ്സ് നമ്മളെ മൈ ലൈഫ് സ്റ്റൈലിലുള്ള ഒരുപാട് ഏത് ഏരിയയിലുള്ള ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും എനിക്ക് പരിചയമുള്ള ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു ഈ കോഴിക്കോട് ഈ ഒളവണ്ണ എന്ന് പറഞ്ഞ സ്ഥലം മാത്രം അറിയപ്പെടുന്ന ഒരു ഞാൻ ഇന്ന് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഫേമസ് ആവാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഞാനൊക്കെ എപ്പോഴും പറയും, ഞാൻ ഇവിടുന്ന് തൃശ്ശൂരൊക്കെ പോയിക്കാണെ വല്ല കാരണവശാലും എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റിയാൽ എന്റെ വീട്ടുകാരോ അല്ലെ എന്റെ സ്വന്തക്കാരോ ഓടി വരുന്നതിന് മുന്നേ ഓടി എത്താനുള്ള ഒരുപാട് ലീഡേഴ്സ്, അതും നമ്മളെ ഗ്രേറ്റ് ലീഡേഴ്സ് നമുക്കറിയാം. സജി പാറയ്ക്കൽ സാർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയ ലീഡറാ. ആൾക്ക് പോലും അത്രയും അത്ര വലിയ വ്യക്തികളെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇതിലൊരു ഫ്രണ്ട് ആക്കി കൊണ്ടുവരാൻ പറ്റി. അതേപോലെ രാജേഷ് കൊളനാടൻ സാർ ITC ലീഡർ, ജോയ് സാർ CTC ലീഡർ, അവരൊക്കെ ഒരുപാട്. പിന്നെ അതേപോലെ എറണാകുളത്തേക്ക് പോയാൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഇരിങ്ങാലക്കുട, അങ്ങനെ ആലുവ ഒക്കെ ഒരുപാട് ബന്ധങ്ങളെ ഒരുപാട് ബന്ധങ്ങളെ ലേഡീസ് ആയിട്ടും ജെന്റ്സ് ആയിട്ടും പല രീതിയിലുള്ള ഒരുപാട് ബന്ധങ്ങളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഞാൻ പറഞ്ഞു ഈ ഒളവണ്ണേന്ന് 5 ആളിൽ തുടങ്ങിയ ബിസിനസ് ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരുപാട് ജില്ലകളുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം, ആദ്യമൊക്കെ എനിക്ക് രാമനാട്ടുകരാന്ന് പറഞ്ഞാൽ ഈ പന്തീരങ്കാവുന്ന് രാമനാട്ടുകര പോലും വലിയ ദൂരായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ എന്നെ സംബന്ധിച്ച് എന്റെ ടീം മൊത്തം കിടക്കുന്നത് എറണാകുളം, പിന്നെ മലപ്പുറം, പുത്തനത്താണി, മഞ്ചേരി തുടങ്ങി കടലുണ്ടി, അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥലത്ത് കൊയിലാണ്ടി വരെ. കൊയിലാണ്ടി അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് സ്ഥലങ്ങളിലെ ആളുകളെ എനിക്കറിയാം. പക്ഷെ കുറെ ആളുകളെ എനിക്കറിയാം. കാരണം 1600 ആളുകളെയൊന്നും പരിചയപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതാണ് നമുക്ക് മറ്റുള്ളവരിലൂടെ ബിസിനസ് വരും, വലിയൊരു ഇൻകം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരുപാട് നേട്ടങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. കാരണം നമ്മളെ സമയം ആയോ സാറേ? ഒരുപാട് കാരണം ഇതൊന്നും നമുക്ക് ഒന്നോ രണ്ടോ ദിവസം പറഞ്ഞാലൊന്നും തീരുന്ന എക്സ്പീരിയൻസ് അല്ല. എന്റെ എക്സ്പീരിയൻസ് ഒന്നും കാരണം ഞാൻ പറഞ്ഞില്ലേ അത്രയും ഒന്നും ഇല്ലായ്മയിൽ നിന്നോ ഇന്നൊരു എന്റെ മകൻ ഇപ്പൊ പഠിക്കുന്നത് ചെന്നൈ അമൃതയിലാണ്, ബാംഗ്ലൂർ ഹോട്ടൽ മാനേജ്മെന്റ് BSc ഡിഗ്രിയാണ്. ഒരു രൂപ പോലും ഹസ്ബൻഡിനോടോ മറ്റുള്ളവരോടോ വാങ്ങാതെ അവൻ ഒറ്റയ്ക്ക് എനിക്ക് ഏകദേശം ഒരു 10, 12 ലക്ഷം രൂപ ചെലവാക്കി പഠിപ്പിക്കാൻ സഹായിച്ച ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. മോളെ പഠിപ്പിച്ചു. മോള് JDTയിലാണ് പഠിച്ചത്. അവള് 3 വർഷം എന്റെ ഈ ഒരു ബിസിനസ്സിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് പഠിപ്പിച്ചെടുക്കാൻ സാധിച്ചു. മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. പലരും ചോദിക്കും മാഡം എന്താ കാർ എടുക്കാത്തതെന്ന്. കാർ എടുക്കാതെ വരാൻ പറ്റിയൊരു സൈറ്റിലല്ല വീട് നിൽക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ വളരെ സാധാരണക്കാരാണ്. 4 പൂട്ട് വഴിയുള്ളൂ. കാർ വാങ്ങി നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. കാറൊക്കെ നമുക്കറിയാം ഒരു 10,000 രൂപ EMI മാസം അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ കാറൊക്കെ സുഖമായിട്ട് എടുക്കാം. അതിനേക്കാളൊക്കെ ഉപരി ഞാൻ എത്രയോ പണം വേറെയുള്ള ആവശ്യങ്ങൾക്ക് ചെലവാക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സേഫ് ടൂ വീലറാണ്. ടൂ വീലറായിട്ട് ഞാനിപ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് സഞ്ചരിക്കാൻ പറ്റും. ടൂ വീലർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി എന്റെ അടുത്ത ലക്ഷ്യം ആദ്യം ഈ വീട് ഈ സ്ഥലത്തു നിന്നൊന്ന് മാറ്റി കുറച്ചും കൂടെ നമുക്ക് വണ്ടി സൈറ്റ് ആയിട്ടുള്ള ഒരു റോഡ് സൈഡിലേക്ക് മാറ്റണം. അപ്പൊ എന്തായാലും എവിടെയെങ്കിലും കുടുങ്ങിയ സ്ഥലത്ത് എടുക്കണ്ട. അപ്പൊ കുറച്ച് നല്ല എമൗണ്ട് ഉള്ള നല്ലൊരു സ്ഥലം ഒന്നോ രണ്ടോ വർഷം കൊണ്ട് എടുത്തിട്ട് മാറാനുള്ള പദ്ധതിയാണ്.
പിന്നെ ഓട്ടോറിക്ഷ ഉള്ളതുകൊണ്ട് തന്നെ കാറിന്റെ ഒരു ആവശ്യം വരാത്തത് കൊണ്ടായിരിക്കാം കാറിനോട് അത്ര വലിയൊരു താല്പര്യം തോന്നിയിട്ടില്ല. പല ആളുകളും ഈ ബിസിനസിന്റെ മോട്ടിവേഷൻ കേട്ട് വലിയ വലിയ എമൗണ്ട് ചെലവാക്കിയിട്ട് കാറുകളൊക്കെ എടുക്കും. പലർക്കും വിചാരിച്ച പോലെ ബിസിനസ് ഈ ബിസിനസ് എന്നല്ല ഇങ്ങനത്തെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഒക്കെ വിചാരിച്ച പോലെ ഇൻകം ഉണ്ടാക്കാൻ പറ്റാതെ EMI മുടങ്ങി പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. കമ്പനീന്റെ മോട്ടിവേഷൻ കേട്ടിട്ട് കാർ എടുത്തത്. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാളാണ് എൻ്റെ മകളുടെ ഭർത്താവ്. ഒരു ടൂ വീലർ എടുത്തു. 4,00,000 രൂപയുടെ ബുള്ളറ്റ്. ആൾക്ക് കിട്ടിയത് വെറും 2,00,000 രൂപയ്ക്ക് കിട്ടാന്ന് പറഞ്ഞുകൊണ്ട് ആളെടുത്തതാണ്. കാരണം ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്ത് അവരെ മോട്ടിവേഷൻ കേട്ടിട്ട് ആ 4,00,000 രൂപയുടെ വണ്ടി എടുത്ത് അവർക്ക് അടവടയ്ക്കാൻ പറ്റാതെയായി മറ്റേ നമ്മളെ വണ്ടിയൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ പിടിച്ചു കൊണ്ട് എടുത്ത വണ്ടിയാണ്. അപ്പൊ അത് അത്രയും കുറഞ്ഞ പൈസക്ക് കിട്ടും എന്ന് പറഞ്ഞ ആള് പോയിട്ട് എടുത്തു. അപ്പൊ നമ്മള് മറ്റുള്ളവരുടെ മോട്ടിവേഷൻ കേട്ടിട്ട് നമ്മൾക്ക് സ്വയം കഴിവുണ്ടോ? നമ്മൾക്ക് അത് എടുത്തിട്ട് നമുക്ക് അതിന്റെ EMI അടയ്ക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ആളുകൾ മാത്രം അത്തരം മോട്ടിവേഷനിൽ ഈ കാര്യങ്ങൾ ചെയ്യുക. പല ആളുകളും എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാതെയൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ സീരിയസ് ആയി വർക്ക് ചെയ്ത് നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കിയാൽ നമുക്ക് റെഡി ക്യാഷിന് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റും. കാരണം നമുക്ക് ഈ ടൂളാണ് കേട്ടോ, ഈ ഒരു ബിസിനസിന്റെ ടൂളുകളാണ് വണ്ടി. കാറോ ആണെങ്കിലോ വണ്ടി ആണെങ്കിലൊക്കെ. പക്ഷെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഒതുങ്ങുന്ന നമ്മളെ സാമ്പത്തികത്തിന് ഒതുങ്ങുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. കാരണം വലിയ മോട്ടിവേഷൻ കേട്ടിട്ട് നമ്മൾ വലിയ വലിയ വണ്ടികളൊക്കെ എടുക്കാൻ പോയിട്ട് അടയ്ക്കാനോ ചെയ്യാനോ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാതിരിക്കുക. അപ്പം വലിയ ലീഡർഷിപ്പിലേക്കൊക്കെ എത്താൻ ശ്രമിക്കുക. എത്രയും വേഗം റാങ്കുകളൊക്കെ അച്ചീവ് ചെയ്തിട്ട് വലിയ വലിയ ലീഡർഷിപ്പിലേക്ക് എത്താൻ പറ്റുമ്പോൾ നമുക്കൊക്കെ എല്ലാ കാര്യങ്ങളും ഈ ബിസിനസ്. കാരണം നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഒരുപാട് ലീഡേഴ്സ്, ബന്നി സാറും സജി സാറും ഇവരൊക്കെ വലിയ വലിയ വീടുകളും, ശൈലേഷ് സാറൊക്കെ നമുക്കറിയാം വലിയ വലിയ വീടുകളും എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കുക. അവരെ രീതിയിലേക്കൊക്കെ എത്തുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് ചെയ്യുന്നേക്കാൾ ഉപരി നമ്മളെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു തടസ്സവും കൂടാതെ ഈ ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ കൂടുതൽ നമ്മൾ ഇതിനെ സ്നേഹിക്കുക. ഞാനൊക്കെ പറയും നമ്മൾ എത്രത്തോളം ഈ ബിസിനസ്സിനെ സ്നേഹിക്കുന്നോ അത്രത്തോളം ലാഭം നമുക്ക് ഈ കമ്പനിയും ഈ ബിസിനസ്സും തരും. അത്രയും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ കമ്പനിയാണ്. പിന്നെ പ്രൊഡക്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ആയുഷ് മാർക്ക് ഉള്ളതാണ്. ആയുഷ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മന്ത്രി വീണ ജോർജിന്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയുഷ് മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് മന്ത്രി വീണ ജോർജ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകളെ കയ്യിൽ ഇതൊരു മരുന്നാണെങ്കിൽ ഒരിക്കലും ഗവൺമെന്റ് ഇത് കൊടുക്കില്ല. ഇത് പക്കാ ഫുഡ് സപ്ലിമെന്റ് ആണ്. വേറൊന്നുമല്ല, നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള പോഷകങ്ങൾ തരുന്ന ഒരു ഫുഡ് സപ്ലിമെന്റ് മാത്രമാണിത്. നമ്മുടെ ശരീരത്തിലേക്കുള്ള കുറവുള്ള പോഷകങ്ങളൊക്കെ കിട്ടുമ്പോൾ അസുഖം മാറുന്നത് കൊണ്ടായിരിക്കാം പല ക്യാൻസർ പോലെ പാർക്കിൻസൺസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ മാറുന്നത്. കാരണം ഞാനൊക്കെ കൊടുത്തിട്ട് ഒരുപാട് ആളുകൾക്ക് പാർക്കിൻസൺസ് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. പാർക്കിൻസൺസിനൊക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു നേരോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. പാർക്കിൻസൺസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കോമ്പിനേഷൻ കൊടുക്കണം. കോമ്പിനേഷൻ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങളെ ലീഡേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. ഇപ്പൊ പാർക്കിൻസൺസിനൊക്കെ ഞാൻ കൊടുക്കുന്നത് 95 വെൽഹാർട്ട് ബ്ലഡ് പ്യൂരിഫയർ, പിന്നെ അങ്ങനെയുള്ള ചാമ്പി തൈലം പോലുള്ള 5 6 കോമ്പിനേഷൻ കൂടി നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ പറയണം. തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ ക്യാൻസർ വരെ മാറിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ചില ആളുകൾ പ്രൊഡക്റ്റ് കൊടുക്കും, ഒരു 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 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കല്ല് പോവാൻ കൊടുക്കും, ഒരു യൂറി ഫ്ലഷ് കൊടുക്കും. പക്ഷെ അങ്ങനെ ഒന്ന് കൊടുത്തതുകൊണ്ട് ആ പ്രശ്നം സോൾവ് ആവുമെന്ന് തോന്നുന്നില്ല. നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്ന അല്ലെ പേഷ്യൻസിനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവരോട് തുടർച്ചയായിട്ട് കഴിക്കാൻ വേണ്ടി പറയാൻ വേണം. മാത്രമല്ല ഡോക്ടേഴ്സിന്റെ മരുന്ന്, ചില ആളുകൾ ഇത് കൊടുത്തു പറയും ഡോക്ടർമാരെ മരുന്നൊന്നും കഴിക്കേണ്ട എന്നൊക്കെ പറയും. അതൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഡോക്ടേഴ്സിന്റെ മരുന്നിനോടൊപ്പം നമ്മളിപ്പം ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പം പാലും മുട്ടയൊക്കെ കഴിക്കുന്ന പോലെ നമുക്ക് ഈ ഫുഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇംഗ്ലീഷ് മരുന്നിന്റെ കൂടെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റും കൂടി ഉപയോഗിച്ചാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റും അതേമായിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള ഇൻകം പ്ലാനും ഈ അത്രയും ഒരു ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കമ്പനിയിൽ എത്തിപ്പെടാൻ നമുക്കൊക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പൊ കൂടുതലായിട്ടും എല്ലാവരും ഒന്ന് സീരിയസ് ആയിട്ട്, നമ്മൾ പറയും സീരിയസ് ആയിട്ട് നമ്മൾ കുറച്ചു കാലം ചെയ്താൽ മതി. ഒരു 3 4 മാസം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും കൂടുതലായിട്ട് ഈ ബിസിനസ്സിനെ പഠിച്ചിട്ട് നമ്മൾ ചെയ്യുക. കാരണം നമുക്ക് പഠിക്കാൻ ഇപ്പോൾ ലീഡേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് നമ്മളെ ഫോണിൽ യൂട്യൂബിൽ കയറിയാൽ ഡോക്ടർ അഞ്ജിത എലമെന്റ്സ്
അടിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും ഒരു 3/4 മണിക്കൂറോളം ഡോക്ടർ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ക്ലാസ് കൂടുതലായിട്ട് ഓരോ ദിവസം ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ബിസിനസ് മോട്ടിവേഷൻ ക്ലാസ് ഡെയിലി സൂം മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ സൂം പ്രോഗ്രാം അതേമാതിരി വേറെ യൂട്യൂബിലൊക്കെ കയറിയിരിക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ ആളുകളെ നമുക്ക് ഏത് മേഖലയിൽപ്പെട്ട ആളുകളാണ് അതേപോലെയുള്ള അനുഭവങ്ങളൊക്കെ കേട്ട് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വളരാൻ പറ്റും. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൂം മീറ്റിംഗ് ചെയ്യുന്ന പോലെ എനിക്ക് പഠിക്കാനാണ്. നമ്മൾ ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും ബെറ്റർ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് ഈ ബിസിനസിന്റെ ഇൻകം പ്ലാൻ. ഇൻകം പ്ലാൻ പഠിച്ച ഒറ്റ ആൾ പോലും ഈ ഒരു ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കില്ല. കാരണം ഈ ബിസിനസിന്റെ ഇൻകം പ്ലാൻ അത്രയും മഹത്തരമായിട്ടുള്ള ഒരു പ്ലാനാണ്. കാരണം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചാൽ ഒരാൾക്ക് തന്നെ 2-3 ഐഡിയയിലൂടെ ഒക്കെ വരുമാനം മേടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാനൊക്കെ ഇപ്പൊ എന്റെ വീട്ടിലേക്ക് ഒരു 5000 രൂപയുടെ സാധനം ഉപയോഗിക്കാൻ വാങ്ങുകയാണെങ്കിൽ പോലും എനിക്ക് 3 ഐഡിയയിലൂടെ ഒക്കെ ഇൻകം തരുന്ന കമ്പനിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിലും നമ്മളായിട്ട് ആ ഇൻകം പ്ലാൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഞങ്ങൾ പറയും പ്ലാനിന്റെ ഉള്ളിൽ പ്ലാനുള്ള കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന്. അപ്പൊ ഈ ഒരു ബിസിനസിനെ കുറിച്ച് കൂടുതൽ അറിയുക, കൂടുതൽ പഠിക്കുക. അങ്ങനെ പഠിക്കുന്ന എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് വിളിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു മിസ് മാഡം.